കറുത്ത കാക്ക പിന്നെ ഇടത്തുനിന്ന് വലത്തോട്ട് ചാടിയാലോ, അത് ഉപ്പൻ അങ്ങോട്ട് പോയാലോ, പൂച്ച ചാടിയാലോ, അല്ലെങ്കിൽ പല്ലി ചലയ്ക്കുക, ഇങ്ങനെയുള്ള കുറേ സോക്കോൾഡ് പൊട്ടത്തരങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാനായിട്ട് സാധിക്കും. അതായത് ഇതൊരു തലവരയാണ്. നമ്മൾ ഇതിനെ വിളിക്കുക സ്ലോഗൻസ് എന്ന് വിളിക്കുന്നത്. അതായത് ഓൾറെഡി ചെറുപ്പത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന കുറെ അന്ധവിശ്വാസങ്ങൾ. സൈക്കിളിൽ ഇയാൾ മറിഞ്ഞു വീഴാൻ കാരണം എന്താണ്? ഇയാൾ ഇത് ആലോചിച്ച് പോയപ്പോൾ ഇയാളുടെ ശരീരത്തിൽ ന്യൂറോ കെമിസ്ട്രിയുടെ ജനറേഷൻ മാറി, അല്ലെങ്കിൽ അതിനെ ജനറേറ്റ് ചെയ്യുന്ന ശൈലി മാറിപ്പോയി. നമ്മുടെ ബ്രെയിൻസ് ഓഫ് ബ്രെയിൻ എന്ന് വിളിക്കുന്ന ഹൈപ്പോതലാമസ്, ആ സെലിബ്രിറ്റികളെ എല്ലാം കഥാപാത്രങ്ങളായിട്ടല്ല ഇവർ കാണുന്നത്, അവരെല്ലാം വ്യക്തികളായിട്ട്, അമാനുഷികതയുള്ള വ്യക്തികളായിട്ട് കാണും. അത് കാണാൻ കാരണം എന്താണ്? ഈ 4 വയസ്സുകാരൻ്റെ പക്വതയെ ഈ സബ് കോൺഷ്യസ് മൈൻഡിനുണ്ട്. ടോട്ടലി ഡെവലപ്പ് ചെയ്യേണ്ടത് സൈക്കോ സോമ ന്യൂമ എന്ന് പറയും. ഈ ന്യൂമ എന്ന് പറഞ്ഞാൽ ഒരു ഹോളി സൈഡാണ്, സ്പിരിച്വൽ. അപ്പം നമ്മുടെ എന്തുണ്ടാവണം? മനസ്സ്, ശരീരം, സ്പിരിച്വൽ തലം, മനഃശാസ്ത്രം. ഒരുപാട് എന്താ പറയുക, സൈക്കാട്രിസ്റ്റ് ഉള്ള അക്കാദമിക് ലെവൽ കൂടുതലുള്ള കേരളത്തിൽ നമ്മൾ ഒരുപാട് പേരെ കാണുന്നുണ്ട്. ഒരുപാട് മനഃശാസ്ത്രപരമായും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരുപാട് എക്സ്പേർട്ടിനെ കാണുന്നുണ്ട്. അതിലുപരി തലവര, വിധി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതി തള്ളുന്ന കുറെ സംഭവങ്ങളുണ്ട് അല്ലേ? ഞാൻ ഇങ്ങനെ ആയിപ്പോയി, എന്റെ വിധിയാണ്, നീ ഇങ്ങനെ ആയിപ്പോയി, നീ തലവരയാണ്. സോ ഇതെല്ലാം ഈ പറയുന്ന വേർഡ്സ് എല്ലാം കൺസീവ് ചെയ്യുന്ന സബ് കോൺഷ്യസ് മൈൻഡിലാണ്. ഇതിപ്പോ ബോഡി ലാംഗ്വേജും ഇതും കൂടെ ചേർത്ത് പൂർണ്ണമായിട്ടും നല്ലൊരു എക്സ്പേർട്ടിന് ഇതിനെ പ്രോബ്ലം കണ്ടെത്താൻ പറ്റും. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ആദ്യം പറഞ്ഞതിലേക്ക് തന്നെ നമുക്ക് വരാം. അതായത് ഇതൊരു തലവരയാണ്. നമ്മൾ ഇതിനെ വിളിക്കുക സ്ലോഗൻസ് എന്ന് വിളിക്കുന്നത്. അതായത് ഓൾറെഡി ചെറുപ്പത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന കുറെ അന്ധവിശ്വാസങ്ങളുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നമ്മുടെയൊക്കെ ഈ കറുത്ത കാക്ക പിന്നെ ഇടത്തുനിന്ന് വലത്തോട്ട് ചാടിയാലോ, അത് ഉപ്പൻ അങ്ങോട്ട് പോയാലോ, പൂച്ച ചാടിയാലോ, അല്ലെങ്കിൽ പല്ലി ചലയ്ക്കുക, ഇങ്ങനെയുള്ള കുറേ സോക്കോൾഡ് പൊട്ടത്തരങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാനായിട്ട് സാധിക്കും. ഇവിടെ ചലഞ്ച് വരുന്നത് എന്താണ്? ഇപ്പൊ എന്നിൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ, അല്പമെങ്കിലും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രത്യേകതയാണ്. നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ മച്യൂരിറ്റി ലെവൽ എന്ന് പറയുന്നത്, ഈ പക്വത എന്ന് പറയുന്നത് 4 വയസ്സുകാരൻ്റെ പക്വതയെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനുള്ളൂ. അപ്പൊ അതിനെ നമുക്ക് കുറച്ചും കൂടെ വ്യക്തമാക്കേണ്ടതുണ്ട്. പെട്ടെന്ന് ആൾക്കാർക്ക് ഗ്രഹിക്കാൻ പ്രയാസം വരും. നമ്മളൊരു സിനിമ കാണുകയാണ് എങ്കിൽ അല്പസമയം കഴിയുമ്പോൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് മാറി സബ് കോൺഷ്യസ് വളരെ ആക്റ്റീവായി ആ സിനിമയിലേക്ക് എന്ത് ചെയ്യും? ലയിക്കും. അങ്ങനെ ലയിച്ചു കഴിയുമ്പോൾ ആ സിനിമയിൽ കാണുന്ന കഥാപാത്രങ്ങൾ അത് യാഥാർത്ഥ്യമാണ് എന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യും? അതിലൂടെ പോകും. നമ്മൾ കരയും, ചിരിക്കും, സപ്പോർട്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒരു പരിധി വരെ പറഞ്ഞാൽ ഈ സെലിബ്രിറ്റികളെ അഗാധമായിട്ട് ആരാധിക്കുന്ന ഒരു തരത്തിലേക്ക് ഈ സമൂഹം മാറുന്നുണ്ട്. അത് പലതരത്തിലുള്ള സെലിബ്രിറ്റികളാണ്. അപ്പൊ അങ്ങനെ മാറുന്നതിന്റെ കാരണം ആ സെലിബ്രിറ്റികളെ എല്ലാം കഥാപാത്രങ്ങളായിട്ടല്ല ഇവർ കാണുന്നത്, അവരെല്ലാം വ്യക്തികളായിട്ട്, അമാനുഷികതയുള്ള വ്യക്തികളായിട്ട് കാണുന്നു. അത് കാണാൻ കാരണം എന്താണ്? ഈ 4 വയസ്സുകാരൻ്റെ പക്വതയെ ഈ സബ് കോൺഷ്യസ് മൈൻഡിനുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ, ഇപ്പോൾ ഒരു പൂച്ച വരങ്ങനെ ചാടി, അപ്പൊ എൻ്റെ ഉള്ളിലിരിക്കുന്ന വിശ്വാസം എന്തോ അപകടം വരാൻ പോവുകയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇത് അപകടം എങ്ങനെ വരും? അത് ഏത് രൂപത്തിലായിരിക്കും വരുന്നത്? വണ്ടി തട്ടുവോ, സൈക്കിൾ തട്ടുവോ, വീഴുവോ? ഇത്തരത്തിൽ ആലോചിച്ചുകൊണ്ട് പോകുമ്പോൾ ഇയാളുടെ ബോധ മനസ്സിൽ നിന്നും മാറിപ്പോയി. അപ്പൊ ഈ ഉപബോധ മനസ്സ് കരുതുന്നത് എന്താണ്? എൻ്റെ മാസ്റ്റർ ആയിട്ടുള്ള ബോധ മനസ്സിന് ഇതേപോലെ എന്തെങ്കിലും വരുത്തി കൊടുക്കണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ ഉപബോധ മനസ്സ് അതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തി ഒന്നെങ്കിൽ ഏതെങ്കിലും കാനയെ കൊണ്ടേ ചാടിക്കും. ഇയാൾ പോയി ചാടാൻ ഇയാൾ തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ, അല്ലെങ്കിൽ ഇയാൾ തന്നെയാണ് അതിനെ ഇൻവൈറ്റ് ചെയ്യുന്നത്, വിളിച്ചു വരുത്തുകയാണ്. അങ്ങനെ വിളിച്ചു വരുത്തി ഏതെങ്കിലും ഒരു അപകടത്തിൽ ഇദ്ദേഹം ചെന്ന് പെട്ട് കഴിഞ്ഞാൽ അതിനെ എന്ത് ഉറപ്പാക്കും? ഞാനിങ്ങ് പോന്നപ്പോൾ പൂച്ച ചാടി, ഇപ്പോഴിതാ ഞാൻ സൈക്കിള് പോയിട്ട് മറിഞ്ഞു വീണു. സൈക്കിളിൽ ഇയാൾ മറിഞ്ഞു വീഴാൻ കാരണം എന്താണ്? ഇയാൾ ഇത് ആലോചിച്ച് പോയപ്പോൾ ഇയാളുടെ ശരീരത്തിൽ ന്യൂറോ കെമിസ്ട്രിയുടെ ജനറേഷൻ മാറി, അല്ലെങ്കിൽ അതിനെ ജനറേറ്റ് ചെയ്യുന്ന ശൈലി മാറിപ്പോയി. നമ്മുടെ ബ്രെയിൻസ് ഓഫ് ബ്രെയിൻ എന്ന് വിളിക്കുന്ന ഹൈപ്പോതലാമസ് ആൻഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻസ് ഉണ്ട്. ഈ നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ഈ മെസ്സേജസിനെ ഈ ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറി ഗ്ലാൻസും കൂടി ഇന്റർപ്രറ്റ് ചെയ്യും. ഈ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് കറസ്പോണ്ടിങ്
ഗ്ലാൻഡിൽ വെച്ചുകൊണ്ട് ആനുപാതികമായിട്ടുള്ള ന്യൂറോ കെമിസ്ട്രി ജനറേറ്റ് ചെയ്യും. അപ്പൊ അത് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ന്യൂറോ കെമിസ്ട്രി അല്ലേ വരുന്നത്. ശരിയാ. അപ്പൊ അതിന്റെ റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കും. ഒന്നെങ്കിലും മറിഞ്ഞു വീഴും, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും. എന്നിട്ട് അതിനെ അവർ വിശ്വസിക്കും, റീകൺഫേം ചെയ്യും, യെസ് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന്. സോ അങ്ങനെ ഒരു പാറ്റേൺ അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം അത്തരം ഘട്ടങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ബോഡി ലാംഗ്വേജിൽ ഇതിൻ്റെ അകത്ത് പ്രത്യേകത ഉണ്ട്. ഓക്കെ. എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്പൈൻ വളരെ ഇറക്റ്റ് ആയിട്ട്, നമ്മുടെ വളരെ സ്ട്രേറ്റ് ആയിട്ട്, പണ്ട് രാജാക്കന്മാരൊക്കെ ഇരിക്കുന്നത് നമ്മൾ കണ്ടു ഇങ്ങനെ ഇരിക്കുന്നില്ല. ആ രീതിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് ചിന്തിക്കാനേ പറ്റത്തില്ല. അപ്പൊ വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ 4 കാല് തുറപ്പിച്ച് സ്പൈൻ ഡയറക്റ്റ്, നേരിയ സ്മൈലിലൂടെ ഒരു കണ്ണ് നേരിയ രീതിയിൽ മുകളിലേക്ക് ഒരു നേരിയ രീതി മാറ്റി കഴിഞ്ഞിട്ട് ആ ഒരു അവസ്ഥയിൽ നമുക്ക് നെഗറ്റീവ് ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം ആ സമയത്ത് നമ്മളിലുള്ള പോസിറ്റീവ് ന്യൂറോ കെമിസ്ട്രിയാണ്. അപ്പോൾ മനഃശാസ്ത്രപരമായിട്ട് നമ്മളിലൂടെ കടന്നു പോകുന്ന പലതരത്തിലുള്ള ഇതേപോലുള്ള അനുഷ്ഠാനങ്ങളോ അല്ലെങ്കിൽ വിശ്വാസങ്ങളോ തെറ്റായിട്ടുള്ളതിനൊക്കെ മാറ്റാനായിട്ട് നമ്മുടെ ബോഡിക്കും തീർച്ചയായിട്ടും സാധിക്കും. കാരണം മൈൻഡും ബോഡിയും ഒരു സിസ്റ്റത്തിന്റെ ഭാഗം തന്നെയാണ്. ഇന്ന് ഈ കേരളത്തിനകത്ത് സർവേ വളരെ കറക്റ്റാണ്. ഇന്ന് കേരളത്തിനകത്ത് ലാസ്റ്റ് സർവേയില് 2 വർഷം മുൻപുള്ളൊരു സർവേ നോട്ടീസ് ചെയ്യാൻ ഇടയുണ്ടായി. ഈ സൊമാറ്റിക് ഡിസോർഡർ, സൈക്കോസൊമാറ്റിക്, അത് എന്താണെന്ന് പോലും ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായിട്ടും അറിയില്ല. അത് ശരീരവും മനസ്സും എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിയുക. പക്ഷെ ഈ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു മനഃശാസ്ത്രജ്ഞന്മാരുടെ ഇടപെടലുകളുണ്ട് പൂർണ്ണമായിട്ടും മാറ്റിക്കൊടുക്കാൻ കഴിയും എന്നാണ് അറിയപ്പെടുന്നത്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഷുവർ. അതായത് നമ്മൾ ഏറ്റവും ആദ്യ കാലങ്ങളിൽ, ഒരുപക്ഷെ ബിഫോർ 2000 വരെ, ഈ മനഃശാസ്ത്ര ലോകവും അതേപോലെ മെഡിക്കൽ വേൾഡും എല്ലാം ഒരേപോലെ കരുതുന്നത് ഈ നമ്മുടെ മനസ്സിൽ വരുന്ന പല രോഗങ്ങളുമാണ് ഈ ശരീരത്തെ ബാധിക്കുന്നത് എന്നാണ്. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് ഇതിനെ വിളിക്കുന്ന ഓൾമോസ്റ്റ് 100%ഉം സൈക്കോസൊമാറ്റിക് ആണ്. സൈക്കോ എന്ന് പറഞ്ഞാൽ മനസ്സ്, സോമ എന്ന് പറഞ്ഞാൽ ബോഡി. അപ്പൊ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നത് എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തെയും ബാധിക്കുകയാണ്. ഈവൻ അതേപറ്റി പറയുന്നത്, ഇപ്പൊ ഒരാൾ വീഴുകയാണെന്ന് കേട്ടോ, മറിഞ്ഞ് വീഴുകയാണ്. ആ വീഴുന്ന സമയത്തും ഈ സൈക്കോസൊമാറ്റിക് പോലെയാണ് അതിന്റെ ഡിഗ്രി ഓഫ് സ്ട്രക്ചർ, അല്ലെങ്കിൽ അപകടം വരുന്നതിന്റെ ഘടന പോലും ഈ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ വീഴുന്ന പാടെ ആള് മനസ്സിൽ ഇങ്ങനെ തീർന്നു, അതൊരു നെഗറ്റീവ് നോഷനാണ്. ശരിയാ. അപ്പൊ അയാൾക്ക് കൂടുതൽ അപകടം പറ്റും. അതേസമയം വീഴുന്നതിനിടയിൽ തന്നെ അയാൾ നല്ല സ്ട്രോങ് വിൽ പവർ ഉള്ള ഒരാളാണെങ്കിൽ ഈ വീഴുന്നതിനിടയിൽ ഫ്യൂ സെക്കൻഡ്സിലാണെങ്കിൽ തന്നെ അയാൾ എന്ത് ചെയ്യും? അയാൾ കൈ കുത്താനോ കാല് കുത്താനോ അല്ലെങ്കിൽ ഓക്കെ ഒന്നും സംഭവിക്കാൻ പോവില്ല എന്ന ചിന്തയിൽ വരുമ്പോൾ ഈ ഡിഗ്രി ഓഫ് അപകടം അത് വളരെ കുറവായിരിക്കും. അപ്പൊ സത്യത്തില് നമ്മൾ ടോട്ടലി ഡെവലപ്പ് ചെയ്യേണ്ടത് സൈക്കോ, സോമ, ന്യൂമ എന്ന് പറയും. ഈ ന്യൂമ എന്ന് പറഞ്ഞാൽ ഒരു ഹോളി സൈഡാണ്, സ്പിരിച്വൽ. അപ്പം നമ്മുടെ എന്തുണ്ടാവണം? മനസ്സ്, ശരീരം, സ്പിരിച്വൽ തലം. ഇത് മൂന്നും കൂടെ ഇന്റഗ്രേഷൻ ചെയ്യുക എന്നതാണ് സത്യത്തിൽ ഒരു പ്യുവർ ഹീലിംഗ്. അതായത് ഈ മനസ്സും ശരീരവും ഒക്കെ ഹീൽ ചെയ്ത് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? ഈ 3 മേഖലകളിലും സമഗ്രമായി നമ്മൾ വർക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ. സോ അപ്പോൾ ഈ പറയുന്ന ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ പറയുന്ന സ്റ്റേജസിലേക്ക് വരുന്നതിന് വേണ്ടി സാർ പറഞ്ഞ പോലെ ഈ പറയുന്ന സ്പിരിച്വൽ നല്ല രീതിയിൽ നമ്മുടെ എന്താ പറയുക സൈക്കോ, സോമ, ന്യൂമ ഈ പറയുന്ന തലങ്ങളിലേക്ക് ഒരു അനുഭവം വരാൻ നല്ല എക്സ്പേർട്ടിന് കഴിയട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു.